അത് കരഞ്ഞു. കരച്ചിൽ വരുന്നില്ല, അത് തുടങ്ങി. എന്നിട്ട് കരച്ചിൽ വരുവോളം സ്വലാത്തു വസ്സലാമു അലൈക എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങി. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, കാണാൻ പോണ രംഗാണ്. മൂപ്പരിങ്ങനെ കരയുമ്പോ കരഞ്ഞിട്ട് കരയുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പൊ മൂപ്പരെന്ത് ചെയ്യാണ്, ആ കണ്ണടയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തുടക്കടിക്കുക, കരഞ്ഞേ വരിച്ചു തീർക്കാൻ വേണ്ടി. അപ്പോഴൊക്കെ വേറൊരു ചങ്ങായിട്ട് പിന്നെ കുത്തിരിക്കണേ. മൂപ്പരാരാ? അലവി. അലവി എന്തിനാ വന്നെന്നറിയോ? അലവി മൂപ്പര് കൂടി പറഞ്ഞു ഒത്തതാ, ഇയാൾ നാട്ടിൽ പോയി ഞമ്മക്കൊരു കരച്ചിൽ നാടകം കളിക്കാം. അപ്പൊ അലവി ഇയാളിങ്ങനെ തുടങ്ങിയത് കണ്ടേക്ക് അലവി മൂക്കിങ്ങനെ മൂക്ക് പൊത്തനുണ്ട്. മറ്റേയാൾ തുടങ്ങിയോ നോക്കാൻ വേണ്ടി ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട്. ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പറയുമ്പോൾ. ഇവരിങ്ങനെ ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, നിർത്തിയോ തുടങ്ങിയോ? അല്ല, തുടരുന്നതാണെന്ന് കണ്ടപ്പോ മൂപ്പര് ആ പോക്കറ്റിന്ന് ടവലിന്റെ എടുത്തിട്ട് ഇതൊക്കെ കാട്ടി ഇതൊക്കെ ഇങ്ങനെയൊക്കെ നോക്കണ്ട്, നിർത്തിയോ? അങ്ങനെ രണ്ടാളും കൂടി ഭയങ്കര കരച്ചിൽ. പാടച്ച തമ്പുരാന് ഞാൻ ആ സീഡി കണ്ടപ്പോ എന്റെ നാട്ടുകാരുടെ മുമ്പിൽ വന്നിട്ട് പറയണ, നിങ്ങളെ മൗലവിയെ എന്താ വികാരം കൊള്ളിക്കലറിയോ? ഇതുവരെ ഒരു RSSകാരൻ പറഞ്ഞിട്ടുണ്ടോ, ഒരു BJPക്കാരൻ പറഞ്ഞിട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന റൂബിനെ പറ്റി കള്ളജാറും എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കൂട്ടകരിച്ചില്ലേ? കരയ എന്തിനെ നമ്മൾ എതിർത്തതെന്നും എന്താ ഉണ്ടായിരുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതുകൊണ്ട് ആ കരച്ചിലും ആ എന്റെ പേരിലുള്ള ആരോപണവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഒരു 3 സ്ഥലത്ത് അസ്സലാത്തു വസ്സലാം അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാം അലൈക യാ നബിയല്ലാഹ്, അസ്സലാത്തു വസ്സലാം അലൈക യാ സഫിയല്ലാഹ്, الصلاة والسلام عليك يا رحمة للعالمين، الصلاة والسلام عليك يا قائد الغد المحجلين، الصلاة والسلام عليك يا شفيع المذنبين. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുന്ന് കിടക്കുന്ന റൂമിനെ സംബന്ധിച്ച്, അവിടുന്ന് കിടക്കുന്ന റൗലയെ സംബന്ധിച്ച് കള്ളചാരമെന്നല്ലേ ഈ നാട്ടുകാരന് നീ ഇവിടെ വളർന്നു കുറച്ച് പണം പല ആളുകളിൽ നിന്നും ഏതൊക്കെയോ മാർഗത്തിലൂടെ കിട്ടിയപ്പോ പടച്ചവൻ കൊടുത്ത തൊള്ള കൊണ്ട്, പടച്ച റബ്ബ് കൊടുത്ത നാവ് കൊണ്ട് വിളിച്ചു പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾ ആലോചിക്കൂ സഹോദരന്മാരെ, ഇവൻ എന്നെ പെരുങ്കള്ള എന്ന് പറഞ്ഞത് പ്രശ്നമാണോ? എന്നെ ഫിർഔൻ എന്ന് പറഞ്ഞത് പ്രശ്നമാണോ? ആരെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്? എല്ലാ മഹാന്മാരെയും എല്ലാ മഹത്തുക്കളെയും ഒരുപോലെ നിസ്സാരപ്പെടുത്തുന്ന ഈ മൗലവി സൗണ്ടിന്റെ ഗുണം കൊണ്ട് ആളുകളെ പറ്റിക്കുന്ന വാളിന്റെ ശൈലിയിൽ ആളുകളെ പറ്റിക്കുകയല്ലേ? അദ്ദേഹത്തിന്റെ നാട്ടുകാരും കുടുംബക്കാരുമായ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ മനുഷ്യന്റെ ഫിത്നയിൽ കുടുങ്ങി നിങ്ങളെ ഈമാൻ കളഞ്ഞു കുളിക്കരുത് കേട്ടോ. കേട്ടില്ലേ? എന്താ അലവിങ്ങനെ തവ്വല് മാറ്റണില്ല. അലവിങ്ങനെ എന്താണെന്നറിയോ? ഈ 2007 ഇനിയിപ്പോ ഡേറ്റ് ഓർമ്മല്ല, അവിടെ നടന്ന 2006 അവസാനം ഏതെങ്കിലും ആയിക്കോട്ടെ, അവാർഡ്, അഭിനയത്തിനുള്ള അവാർഡ് ഉണ്ടെങ്കിൽ 1ാം നമ്പർ പേരോടും 2ാം നമ്പർ അല്ല 2 ഫസ്റ്റ് ക്ലാസ് പ്രഖ്യാപിക്കേണ്ടി വരും, അലവിക്കും പേരോടും. നോക്കണം നിങ്ങൾ ഏത് നിലക്കാണ് കൃത്യമായിട്ട്. ഇയാൾക്ക് ഇതിനൊരു കഴിവാണ്. എന്തിന്? ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നാണ് കാര്യം, കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ പെട്ടെന്ന് ചിരിക്കും. പച്ച കള്ളം ആളുകൾക്ക് സത്യാന്ന് തോന്നുന്ന നിലക്ക് ഗന്ധമായിട്ട് അവതരിപ്പിക്കും. ആ കണ്ണീരിന്റെ വില ആർക്കറിയാന്നറിയോ? ഇയാളുടെ ഈ കണ്ണുനീര്, കള്ളക്കണ്ണീര് ഇങ്ങനെ പലതും ഒഴുക്കാറുണ്ട് എന്ന് ആരാ ഞങ്ങളോട് പറഞ്ഞു തന്നതെന്നറിയോ? പേരോടെ നിങ്ങൾക്ക് അറിയോ ആരാ പറഞ്ഞു തന്നത്? നിങ്ങളെ നാട്ടുകാരാ പറഞ്ഞു തന്നത്. നാദാപുരത്തുകാര്. എവിടെ പറഞ്ഞത്?
നുസ്റത്തുൽ അനാമില്ലെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. ശരിക്ക് ശ്രദ്ധിച്ചോളണം നാട്ടുകാരടക്കമുള്ള ആളുകൾ, കേട്ടോളൂ. ഞാൻ നുസ്റത്തിൽ നിന്ന് വായിക്കണേ. ആ കേട്ട രംഗോ ഇതുമായിട്ട് കൂട്ടി വായിക്കാം. ഈ അടുത്ത കാലത്താണ് ഈ പേരോട്ടുകാരൻ സഖാഫി ആശയപ്രചരണ ചുമതല ഏൽപ്പിക്കപ്പെട്ടത്. അതിനയാൾ വളരെ യോഗ്യനാണ്. ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരയാനും കരഞ്ഞുകൊണ്ടിരിക്കെ ചിരിക്കാനും പച്ചക്കള്ളങ്ങൾ ശ്രോതാക്കൾക്ക് ശരിയാണെന്ന് തോന്നുന്ന വിധം അവതരിപ്പിക്കാനും ഇയാൾ മിടുക്കനാണ്. ഞങ്ങൾ പറയട്ടെ, മിടുക്കനാണെന്ന് പറഞ്ഞാ പോരാ, മിടുക്കനാണ് കേട്ടോ. തീർന്നില്ല. നാദാപുരത്തെ SYF പ്രവർത്തകർ ഇയാളെ പാട്ടിന് വിട്ടിരിക്കയാണ്. ഇയാൾക്കെന്തോ അസുഖമുണ്ടെന്ന് കരുതി നാദാപുരത്തെ സുന്നികൾ ഇയാളെ പാട്ടിന് വിട്ടിരിക്കയാണ്. ഇയാൾക്കെന്തോ അസുഖമുണ്ടെന്ന് കരുതിയിട്ട്. എന്നിട്ട് രസകരമായൊരു സംഭവമൊക്കെ ശേഷം പറയുന്നുണ്ട്. അത് ഞാൻ ദീർഘമായി വായിക്കുന്നില്ല, അതൊക്കെ ഇന്നാട്ടുകാർക്കറിയാമല്ലോ. എന്നിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോളൂ. ഇതാണ് പേരോട്. ഇവര് പറഞ്ഞ ഈ നാട്ടുകാർ പറഞ്ഞതാണ്, ഞാനല്ല. ഞാൻ പറഞ്ഞു എന്ന് പറയരുത്, ഈ നാട്ടുകാർ പറഞ്ഞതാണ്, ഈ നാട്ടുകാരെഴുതിയതാണ്. ഇതാണ് പേരോട്. ആളെ ശരിക്ക് മനസ്സിലാക്കുക. ഇയാൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ബാത്തിലുകളും കള്ളങ്ങളും അറിയുമ്പോൾ മാത്രമേ ഇയാളുടെ കണ്ണിൽ നിന്നൊലിക്കുന്ന കണ്ണുനീരിന്റെ നിലയറിയൂ. ഇയാളുടെ കണ്ണുനീരിന്റെ വില ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയത്തുള്ളൂ. കട്ടുപ്പാറക്കാരായ എന്റെ നാട്ടുകാരോട് ഞാൻ വിനയമായി പറയട്ടെ, കട്ടുപ്പാറ വന്നിട്ടല്ലേ ഇയാൾ നമ്മളോട് ഈ കളവ് പറഞ്ഞത്. അതാ ഈ നാട്ടുകാർ നൽകിയ സർട്ടിഫിക്കറ്റ് കേട്ടില്ലേ, ഇത് കള്ളക്കണ്ണീരാണെന്ന്. ഏത് ബാത്തിലും ഏത് പച്ചക്കള്ളവും ശ്രോതാക്കൾക്ക് ശരിയാണെന്ന് തോന്നുന്ന വിധം അവതരിപ്പിക്കാൻ ഇയാൾ മിടുക്കനാണെന്ന് പറഞ്ഞത് ഞാനല്ലല്ലോ, ഇവിടത്തുകാരല്ലേ, അഥവാ നാട്ടുകാരല്ലേ. ഈ കണ്ണിൽ നിന്നൊലിക്കുന്ന കണ്ണുനീരിനെ പറ്റി അത് കള്ളക്കണ്ണീരെന്നല്ലേ പറഞ്ഞത്. അതൊക്കെ പറഞ്ഞിട്ട് അവസാനം പിന്നെ പറയുന്നു, നഊദു ബില്ലാഹി മിൻ കുല്ലി ശൈത്താനിൻ മാരിദ്. അതാരെപ്പറ്റിയാണ് ഞാൻ പറയുന്നില്ല. നാട്ടുകാരെന്താ ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ പറയുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ, ഞാൻ വിശദീകരിക്കട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞാൻ എന്താ പറഞ്ഞത്. എന്തിനെ പറ്റിയാ ഇയാളെന്റെ നാട്ടിൽ പോയി ഇത് പ്രചരിപ്പിച്ചത്? ഞാൻ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന ഖബറിനെ പറ്റി കള്ളജാറെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എങ്ങനെയാണ് എന്നും അത് കൃത്യമായി അവിടെ മുമ്പേ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ തെളിവുകളുടെ വെളിച്ചത്തിൽ തന്നെ മുമ്പേ ഞാൻ വിശദീകരിച്ചതാണല്ലോ. നിങ്ങളെല്ലാം അത് കേട്ടതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ അവിടുന്ന് മരിച്ചു കിടന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അതേ റൂമിലല്ലേ ആ ശറഫാക്കപ്പെട്ട ശരീരം അടക്കം ചെയ്തത്. അവിടെ തന്നെ ഖബറടക്കം നടന്നതിന്റെ ശേഷം എന്താ സംഭവിച്ചത്, എത്രയാണ് ആ ഖബർ ഉയർത്തത് എന്നൊക്കെ കഴിഞ്ഞ കാസറ്റ്, കഴിഞ്ഞ CD ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആവർത്തിക്കുന്നില്ല. അതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ചുരുക്കി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ശറഫാക്കപ്പെട്ട ശരീരം അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഖബർ നിലത്ത് നിന്ന് ഒരു ചാണാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത്. ഒരു ചാണിലപ്പുറം അവിടുത്തെ ഖബർ ഉയർത്തപ്പെട്ടിട്ടില്ല. ആ ഖബർ കണ്ടിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തല്ലേ നമ്മളോടത് പറഞ്ഞു തന്നത്. ഇതൊക്കെ ഞാൻ മുമ്പേ പ്രസംഗിച്ചതാണ്. പക്ഷേ ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയാറുണ്ട്, ഇവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറാണെന്ന് പറഞ്ഞിട്ട് ഒരു കള്ള ഖബറിന്റെ ഒരു കള്ള ഫോട്ടോയും കൊണ്ട് നടക്കുന്നുണ്ട്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കാറുണ്ട്. ആ വാചകം എടുത്തിട്ടാ ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. കള്ളജാറം എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരിക്കലും ഞാനത് പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ആ റൂമിനെ സംബന്ധിച്ചോ അവിടുന്ന് കിടക്കുന്ന ഖബറിനെ സംബന്ധിച്ചോ ആ ഒറിജിനൽ ഖബറിനെ സംബന്ധിച്ച് കള്ള ഖബർ എന്നോ കള്ളജാറം എന്നോ ഞാൻ
പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ കളവ് പറയുന്നത്? നിങ്ങൾക്ക് നേര് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല.